UK-യിലേക്കുള്ള അനധികൃത കുടിയേറ്റം വീണ്ടും ശക്തിപ്പെടുന്നു. ഇന്നലെ മാത്രമായി 9 ബോട്ടുകളിലായി 500ഓളം അഭയാർത്ഥികളാണ് ചാനൽ കടന്ന് UK-യിലെത്തിയത്. ഇതോടെ ഈ ആഴ്ച മാത്രം ചാനൽ കടന്ന് UK-യിലെത്തുന്ന അഭയാർത്ഥികളുടെ എണ്ണം 1427ആയി. ശാന്തമായ കാലാവസ്ഥയും കടലും മൂലം വരും ദിവസങ്ങളിൽ കൂടുതൽ അനധികൃത കുടിയേറ്റക്കാർ UK-യിലെത്തുമെന്നാണ് ഗവൺമെന്റ് കരുതുന്നത്. ലേബർ ഗവൺമെന്റ് വന്നതിന് ശേഷം കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ചാനൽ ക്രോസിംഗ് നടത്തിയത്. ഏകദേശം 700ഓളം പേരാണ് അന്നു മാത്രം UK-യിൽ അനധികൃതമായി എത്തിയത്. ഇതിനിടെ ഇപ്സോസ് റിലീസ് ചെയ്ത പുതിയ പോൾ സർവേ പുറത്തുവന്നു. 2016 ശേഷം ബ്രിട്ടീഷുകാർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇല്ലീഗൽ ഇമിഗ്രേഷനാണെന്ന് ഈ സർവേ കണ്ടെത്തി. പുതിയ ബോർഡർ സെക്യൂരിറ്റി കമാൻഡിനെ സ്ഥാപിച്ച് ഇല്ലീഗൽ ഇമിഗ്രേഷൻ തടയാനുള്ള പദ്ധതിയുമായി ലേബർ ഗവൺമെന്റ് മുന്നോട്ടു പോകുകയാണ്. കൗണ്ടർ ടെററിസം ആക്ടിന്റെ പരിധിയിൽപ്പെടുത്തി ചാനൽ ക്രോസിംഗ് നടത്തുന്ന ആളുകളെ സഹായിക്കുന്ന ഗ്യാങ്ങുകളെ വരുതിയിൽ നിർത്താൻ കഴിയുമെന്നാണ് ലേബർ ഗവൺമെന്റ് കരുതുന്നത്. ഈ വാർത്തകൾ കേൾക്കുന്നതോടൊപ്പം തന്നെ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ഉപയോഗിച്ച ബോംബ് കണ്ടെത്തിയതിനെ തുടർന്ന് 400-ലധികം വീടുകൾ ഒഴിപ്പിച്ചു. നോർത്തേൺ അയർലൻഡിലെ ന്യൂ ടൗൺ ആർട്സിലെ റിവർവുഡ് ഹൗസിംഗ് ഡെവലപ്മെന്റിലാണ് ഈ ബോംബ് കണ്ടെത്തിയത്. ബോംബ് ഡിസ്പോസൽ ടീം സ്ഥലത്ത് സ്ഥാനമുറപ്പിച്ചിട്ടുണ്ട്. 40 വീടുകളുടെ നിർമ്മാണഘട്ടത്തിന്റെ ഗ്രൗണ്ട് വർക്കുകൾക്കിടയിലാണ് തൊഴിലാളികൾ ഈ ബോംബ് കണ്ടെത്തിയത്. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ജർമ്മനി വിക്ഷേപിച്ച 4 ബോംബുകളാണ് ഇക്കൊല്ലം മാത്രം UK-യിലെ പല സ്ഥലങ്ങളിൽ നിന്നും കണ്ടുകിട്ടിയത്. പ്ലിമുത്തിൽ കണ്ടെത്തിയ 500 കിലോഗ്രാം ഭാരമുള്ള ബോംബ് കടലിൽ കൊണ്ടുപോയാണ് നിർവീര്യമാക്കിയത്. അതിതീവ്ര സ്ത്രീവിരുദ്ധ നിലപാടുകൾ ഇനി മുതൽ വെച്ചുപൊറുപ്പിക്കില്ലെന്ന് UK ഹോം സെക്രട്ടറി വെറ്റ് കൂപ്പർ. തീവ്ര സ്ത്രീവിരുദ്ധ നിലപാടുകൾ ഒരു തരത്തിലുള്ള തീവ്രവാദമായി തന്നെ പുതിയ UK ലോയിൽ ഉൾപ്പെടുത്തുമെന്ന് അവർ പറഞ്ഞു. UK സമൂഹത്തിന് ഹാനികരമായ പ്രത്യയശാസ്ത്രങ്ങൾ ഉയർത്തുന്ന ഭീഷണികളെ എങ്ങനെ മികച്ച രീതിയിൽ നേരിടാമെന്ന് തീരുമാനിക്കാൻ UK-യുടെ തീവ്രവാദ വിരുദ്ധ പോളിസി അവലോകനം ചെയ്യാൻ വെറ്റ് കൂപ്പർ ഉത്തരവിട്ടു. ഇസ്ലാമിക് തീവ്ര നിലപാടുകളും തീവ്ര വലതുപക്ഷവാദങ്ങളും സ്ത്രീവിരുദ്ധതയും കൂടാതെ വയലൻസിനുതകുന്നതുമായ വിശ്വാസങ്ങളും റിവ്യൂ ചെയ്യുമെന്നും അവർ പറഞ്ഞു. യുവാക്കളിൽ വളരുന്ന റാഡിക്കലൈസേഷനും തീവ്രവാദ സംഘങ്ങളെ മാപ്പ് ചെയ്യാനും നിരീക്ഷിക്കാനും പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നതോടെ കഴിയുമെന്നാണ് വെറ്റ് കൂപ്പർ പറയുന്നത്. സ്ട്രാറ്റജിക് ഡിഫൻസ് റിവ്യൂ, ചെലവ് അവലോകനം, ദേശീയ പാഠ്യപദ്ധതിയുടെ അവലോകനം എന്നിവ ഉൾപ്പെടെ ജൂലൈയിൽ അധികാരത്തിൽ വന്നതിന് ശേഷം ലേബർ പ്രഖ്യാപിച്ച നിരവധി നയ അവലോകനങ്ങളിൽ ഒന്നാണിത്. 2015 മുതൽ പുതിയ തീവ്രവാദ വിരുദ്ധ തന്ത്രങ്ങളൊന്നും ടോറി ഗവൺമെന്റ് കൊണ്ടുവന്നിരുന്നില്ല. സൗത്ത് പോർട്ട് കലാപങ്ങളിൽ ഉൾപ്പെട്ടവരെ ശിക്ഷിച്ചു തുടങ്ങിയതോടെ ജയിലുകളിലെ തിരക്കൊഴിവാക്കാനുള്ള അടിയന്തര പദ്ധതി അടുത്ത ദിവസങ്ങളിൽ ആരംഭിക്കും. നോർത്ത് ഈസ്റ്റ് ഇംഗ്ലണ്ടിലെയും നോർത്ത് വെസ്റ്റ് ഇംഗ്ലണ്ടിലെയും ജയിലുകൾ സമ്മർദ്ദത്തിനായതിനാൽ ഓപ്പറേഷൻ എയർലി ഡോണിനെ കുറിച്ചുള്ള പ്രഖ്യാപനം തിങ്കളാഴ്ചയോടെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി പ്രിസൺ ഓഫീസേഴ്സ് അസോസിയേഷൻ ചെയർമാൻ പറയുന്നു. കോടതിയിൽ ഹാജരാക്കാൻ കാത്തിരിക്കുന്ന പ്രതികളെ ജയിൽ സ്ഥലം ലഭ്യമാകുന്നതുവരെ പോലീസ് സെല്ലുകളിൽ പാർപ്പിക്കാൻ അനുവദിക്കുന്ന ദീർഘകാല പദ്ധതിയാണ് ഓപ്പറേഷൻ എയർലി ഡോൺ. UK-യിലെ ബീജദാന പ്രക്രിയയിലെ പഴുതുകൾ പുറത്തുവരുന്നു. UK-യിൽ ദാനം ചെയ്യപ്പെടുന്ന ബീജം കയറ്റുമതി ചെയ്യപ്പെടുന്നതിലൂടെ UK-യിൽ ബാധകമായ 10 കുടുംബ പരിധിക്ക് വിരുദ്ധമായി 1-ലധികം രാജ്യങ്ങളിൽ വൻതോതിൽ കുട്ടികളെ സൃഷ്ടിക്കാൻ ഉപയോഗിക്കാമെന്നും വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. UK-യിലെ ഫെർട്ടിലിറ്റി ക്ലിനിക്കുകളിൽ 10 കുടുംബങ്ങളിൽ കൂടുതൽ സൃഷ്ടിക്കാൻ ഒരൊറ്റ ദാതാവിന്റെ ബീജം ഉപയോഗിക്കാൻ കഴിയില്ലെങ്കിലും വിദേശത്ത് കൂടുതൽ ഫെർട്ടിലിറ്റി ചികിത്സകൾക്കായി ബീജമോ അണ്ടമോ ലഭ്യമാക്കുന്ന കമ്പനികൾക്ക് യാതൊരു നിയന്ത്രണവുമില്ല എന്നുള്ളതാണ് നിയമത്തിലെ പഴുതുകൾ. ബീജദാതാക്കളുടെ ഡീറ്റെയിൽസ് വെളിപ്പെടുത്തുന്നതും DNA ടെസ്റ്റിലൂടെ ജനിതക ബന്ധുക്കളെ കണ്ടെത്താനുള്ള കഴിവും മൂലം യൂറോപ്പിലുടനീളം ഡസൻ കണക്കിന് ജീവശാസ്ത്രപരമായ അർദ്ധ സഹോദരങ്ങളുമായി ചില ദാതാ ബന്ധം സ്ഥാപിക്കാനുള്ള സാധ്യത ഉയരുന്നു. 5 വർഷം മുമ്പ് വരെ UK പ്രധാനമായും ഡെൻമാർക്കിൽ നിന്നും US-ൽ നിന്നും ബീജം ഇറക്കുമതി ചെയ്യുന്ന രാജ്യമായിരുന്നു. പക്ഷേ വർദ്ധിച്ചുവരുന്ന അന്താരാഷ്ട്ര ബീജ അണ്ട ബാങ്കുകൾ UK-യിൽ ദാതാക്കളുടെ കേന്ദ്രങ്ങൾ തുറന്നതിനാൽ ചിത്രം കൂടുതൽ സങ്കീർണമാവുകയാണ്. 2019 മുതൽ 2021 വരെ UK-യിൽ നിന്ന് 7542 സ്ട്രോ ബീജങ്ങൾ കയറ്റുമതി ചെയ്തു. 90% കയറ്റുമതിയും വഹിച്ച യൂറോപ്യൻ ബീജ ബാങ്ക് ഒരു ദാതാവിന് 75 കുടുംബങ്ങൾ എന്ന ലോകമെമ്പാടുമുള്ള പരിധി ബാധകമാക്കുന്നു. കൂടാതെ അതിന്റെ ദാതാക്കൾ ശരാശരി 25 കുടുംബങ്ങളെ സഹായിക്കുമെന്ന് കണക്കാക്കുന്നു. ലേബർ ഗവൺമെന്റ് 22% ശമ്പള വർധനവ് വാഗ്ദാനം ചെയ്തിട്ടും UK-യിലെ റെയിൽവേ ഡ്രൈവേഴ്സ് വീണ്ടും പണിമുടക്കിനൊരുങ്ങുന്നു. ഓഗസ്റ്റ് അവസാനം മുതൽ നവംബർ പകുതി വരെ ലണ്ടൻ നോർത്ത് ഈസ്റ്റേൺ റെയിൽവേയിൽ വർക്ക് ചെയ്യുന്ന തങ്ങളുടെ മെമ്പേഴ്സ് വാരാന്ത്യങ്ങളിൽ പണിമുടക്കുമെന്ന് ASLEF പ്രഖ്യാപിച്ചു. LNER മാനേജ്മെന്റ് മേലധികാരികളോട് ഭീഷണിപ്പെടുത്തുന്ന തരത്തിലുള്ള പെരുമാറ്റവും എഗ്രിമെന്റുകൾ തുടർച്ചയായി ലംഘിക്കുന്നതിനുമെതിരെയായിട്ടാണ് ഇത്തവണ അവർ സ്ട്രൈക്കിനൊരുങ്ങുന്നത്. ലേബർ പാർട്ടിക്ക് വലിയൊരു തുക സംഭാവന ചെയ്യുന്ന ട്രേഡ് യൂണിയനാണ് ALSEF. ഇക്കാരണത്താൽ ASLEF ലേബർ ഗവൺമെന്റിനെ കളിപ്പാവയാക്കുകയാണെന്നാണ് കൺസർവേറ്റീവ് പാർട്ടി ആരോപിക്കുന്നത്. ട്രാൻസ്പോർട്ട് സെക്രട്ടറി ലൂയിസ് LNER പ്രതിനിധികളെയും ASLEF പ്രതിനിധികളെയും ചർച്ചയ്ക്ക് ക്ഷണിച്ചിട്ടുണ്ട്.
പബ്ലിക് ആൻഡ് കൊമേഴ്ഷ്യൽ സർവീസ് യൂണിയനിലെ ഏകദേശം 650ഓളം അംഗങ്ങൾ ഹീത്രൂ വിമാനത്താവളത്തിൽ പണിമുടക്കാൻ പോകുന്നതോടെ പണിമുടക്ക് വിമാനത്താവളത്തിന്റെ പ്രവർത്തനങ്ങളെ കാര്യമായി ബാധിക്കുമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ഓഗസ്റ്റ് 31 മുതൽ സെപ്റ്റംബർ 22 വരെ 23 ദിവസത്തേക്കാണ് PCS പണിമുടക്കിനൊരുങ്ങുന്നത്. ഓണത്തിന്റെ സമയത്ത് നിരവധി മലയാളികളാണ് ഹീത്രൂ എയർപോർട്ട് വഴി കേരളത്തിലേക്ക് യാത്ര തിരിക്കാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത്. സെപ്റ്റംബർ ആദ്യവാരം സ്കൂൾ തുറക്കുന്ന സമയമായതിനാൽ ധാരാളം മലയാളി കുടുംബങ്ങൾ UK അവധി കഴിഞ്ഞ് എത്തുന്ന സമയം കൂടിയാണ്. ആയതിനാൽ പണിമുടക്ക് കൂടുതൽ ബാധിക്കുക മലയാളികളുടെ യാത്രകളെയായിരിക്കും. പുരുഷന്മാരിലെ അർബുദം 2050ഓടെ മരണനിരക്ക് 93% പഠനം. അമേരിക്കൻ ക്യാൻസർ സൊസൈറ്റി പ്രസിദ്ധീകരിച്ച പഠനത്തിലാണ് 2050ഓടെ പുരുഷന്മാരിൽ അർബുദ രോഗനിർണയത്തിലും മരണനിരക്കിലും ആഗോളതലത്തിൽ വർധനവുണ്ടാകുമെന്ന് പറഞ്ഞിരിക്കുന്നത്. 2022നും 2050നും ഇടയിൽ ആഗോളതലത്തിൽ രോഗനിർണയത്തിൽ 84% വർധനവും അർബുദ മരണങ്ങളിൽ 93% വർധനവുണ്ടാകുമെന്നും ഗവേഷകർ പറയുന്നു. 185 രാജ്യങ്ങളിൽ നിന്നും പ്രദേശങ്ങളിൽ നിന്നുമുള്ള ഡേറ്റയാണ് പഠനത്തിനായി തിരഞ്ഞെടുത്തത്. മദ്യപാനവും പുകവലിയുമുള്ള പുരുഷന്മാരിൽ അർബുദത്തിനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നും പുരുഷന്മാർ അർബുദ പരിശോധനയ്ക്ക് വിധേയരാകാനുള്ള സാധ്യത വളരെ കുറവാണെന്നും കണ്ടെത്തി. 65 വയസ്സും അതിൽ കൂടുതലുമുള്ള പുരുഷന്മാർക്ക് യുവാക്കളെ അപേക്ഷിച്ച് അതിജീവന നിരക്ക് കുറവാണ്. ഇവരിൽ രോഗനിർണയം വളരെ വൈകിയാണ് സ്ഥിരീകരിക്കുന്നത്. ഇതോടെ പ്രായമായ പുരുഷന്മാരിലെ അർബുദ മരണങ്ങൾ 34 ലക്ഷത്തിൽ നിന്ന് 77 ലക്ഷമായി ഉയരുമെന്ന് ഗവേഷകർ കരുതുന്നു. കൂടാതെ കേസുകൾ 2022 60 ലക്ഷത്തിൽ നിന്ന് 2050ഓടെ 131 ലക്ഷമായി ഉയരുമെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. ലണ്ടനിലെ ഹോട്ടൽ മുറിയിൽ വിശ്രമിക്കവേ എയർ ഇന്ത്യ ക്യാബിൻ ക്രൂ അംഗത്തിന് നേരെ അതിക്രമം. യുവതിക്ക് ഗുരുതര പരിക്ക്, അതിക്രമിച്ച് കയറിയ അക്രമി അറസ്റ്റ്. ലണ്ടൻ ഹീത്രൂവിലെ റാഡിസൺ ഹോട്ടലിലാണ് സംഭവം. ഗുരുതരമായി പരിക്കേറ്റ യുവതിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരോഗ്യനില മെച്ചപ്പെട്ടതിനെ തുടർന്ന് അവർ മുംബൈയിലേക്ക് തിരിച്ചു. അക്രമി പോലീസ് കസ്റ്റഡിയിലാണ്. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് എയർ ഇന്ത്യ ക്യാബിൻ ക്രൂ അംഗത്തിന് നേരെ അതിക്രമമുണ്ടായത്. പുലർച്ചെ 1:30 ഉറങ്ങിക്കിടക്കുകയായിരുന്ന യുവതിയുടെ മുറിയിലേക്ക് അക്രമി അതിക്രമിച്ച് കയറുകയായിരുന്നു. ഞെട്ടിയെഴുന്നേറ്റ യുവതി സഹായത്തിനായി ഉറക്കെ നിലവിളിച്ചു. പിന്നാലെ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച യുവതിയെ അക്രമി തുണികൾ തൂക്കിയിടാൻ ഉപയോഗിച്ചിരുന്ന ഹാങ്ങർ ഉപയോഗിച്ച് അതിക്രമിക്കുകയും വലിച്ചിഴക്കുകയുമായിരുന്നു. സംഭവത്തെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തുകയും ഗുരുതരമായി പരിക്കേറ്റ യുവതിയെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. അക്രമിയുടെ ക്രൂരമായ ആക്രമണം യുവതിക്ക് ശാരീരികമായി മാത്രമല്ല മാനസികമായും വലിയ ആഘാതമാണ് നൽകിയത്. തുടർന്ന് യുവതിക്ക് കൗൺസിലിംഗ് ഉൾപ്പെടെ ആവശ്യമായ എല്ലാ പിന്തുണയും നൽകുന്നുണ്ടെന്ന് സംഭവം സ്ഥിരീകരിച്ചുകൊണ്ട് എയർ ഇന്ത്യ വക്താവ് അറിയിച്ചു. ജീവനക്കാരുടെ സുരക്ഷയും ക്ഷേമത്തിനുമാണ് എയർ ഇന്ത്യ മുൻഗണന നൽകുന്നതെന്നും യുവതിയുടെ സ്വകാര്യതയെ ബഹുമാനിക്കണമെന്നും എയർ ഇന്ത്യ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. പ്രമുഖ ഹോട്ടലിൽ വെച്ച് നിയമവിരുദ്ധമായി കടന്നുകയറി ഞങ്ങളുടെ ഒരു ക്രൂ അംഗത്തെ ആക്രമിച്ച സംഭവത്തിൽ ഞങ്ങൾ അങ്ങേയറ്റം ദുഃഖിക്കുന്നു. പ്രൊഫഷണൽ കൗൺസിലിംഗ് ഉൾപ്പെടെ ഞങ്ങളുടെ സഹപ്രവർത്തകർക്കും അവരുടെ ടീമിനും സാധ്യമായ എല്ലാ പിന്തുണയും നൽകും. ഇക്കാര്യത്തിൽ നീതി ഉറപ്പാക്കുന്നതിനായി പ്രാദേശിക പോലീസുമായി ബന്ധപ്പെട്ടു. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കുന്നതിനായി ഹോട്ടൽ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്, എയർ ഇന്ത്യ അധികൃതർ അറിയിച്ചു. ചെലവ് കുറഞ്ഞ വിമാനയാത്രയ്ക്ക് പേരുകേട്ട വിസ് എയർ ഇപ്പോൾ പുതിയ ഡീൽ പുറത്തുവിട്ടിരിക്കുന്നു. വെറും 426 പൗണ്ടിന് ഒരു വർഷം മുഴുവൻ നിങ്ങൾക്ക് എയർലൈൻ സർവീസ് നടത്തുന്ന ഏതൊരു റൂട്ടിലും യാത്ര ചെയ്യുന്നതാണ് ഈ ഡീൽ. 426 പൗണ്ട് വില നിശ്ചയിച്ചിരിക്കുന്ന ഈ ഡീൽ ഉപയോഗിച്ച് ഓരോ യാത്രയ്ക്കും വെറും 9 പൗണ്ട് വീതം നൽകി മാൽഡീവ്സ് വരെ യാത്ര ചെയ്യാൻ ഉതകുന്നതാണ്. വരുന്ന സെപ്റ്റംബർ 25 മുതൽ പ്രാബല്യത്തിൽ വരുന്ന ഈ ഡീലിന് നല്ല പ്രതികരണമാണ് ലഭിക്കുന്നതെന്ന് വിസ് എയർ വക്താവ് പറഞ്ഞു. വിമാനം യാത്ര തിരിക്കുന്നതിന് മുമ്പുള്ള 72 മണിക്കൂറുകൾക്കുള്ളിൽ ബുക്ക് ചെയ്യുന്ന ടിക്കറ്റുകൾക്ക് മാത്രമായിരിക്കും ഈ ഓഫർ ബാധകമാകുക. എല്ലാവരും ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക.